4 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കുറപ്പായും നമ്മുടെ ബറക്കത്ത് നഷ്ടപ്പെട്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത ലഭിക്കില്ല, നമുക്ക് റിസ്ക്കിൽ ഒരു ബറക്കത്തും ലഭിക്കില്ല. റിസ്ക് എന്ന് പറയുമ്പോൾ ഭക്ഷണമാകട്ടെ, സമ്പത്താകട്ടെ, മക്കളാകട്ടെ, വസ്ത്രമാകട്ടെ, അങ്ങനെ ഏതുമായിക്കോട്ടെ, ആ നിഅമത്തിലൊന്നും ഒരു ബറക്കത്തില്ലാതെ നമ്മളിങ്ങനെ സമാധാനമില്ലാത്ത നിലക്ക് ഇങ്ങനെ നെട്ടോട്ടോടുന്ന അവസ്ഥ ഉണ്ടാവും. 4 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതേതാണെന്ന് പഠിക്കണ്ടേ. അതോടൊപ്പം 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് നല്ല പോസിറ്റീവ് എനർജിയുള്ളൊരു ദിവസം സമ്മാനമായി തന്ന് നാഥനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അറിയാതെയാണെങ്കിലും നമ്മുടെ വീട്ടിൽ ചെയ്തു പോണ ചില കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ പോസിറ്റീവ് എനർജിയെ തകർത്തുകളയും, സമാധാനം ഇല്ലാണ്ടാക്കും, സ്വസ്ഥത ഇല്ലാതാക്കും, ബറക്കത്ത് നശിപ്പിക്കും. അല്ലേ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് ഉണ്ടാകലൊന്നുമല്ല, ഉള്ളതിൽ സമാധാനമാണ്. പലരും പറയാറുണ്ട്, ഉസ്താദേ സമ്പത്തൊക്കെ ഉണ്ട്, ഒരുപാട് സാലറിയൊക്കെ വാങ്ങുന്നുണ്ട്, സമാധാനമില്ല. പൈസ ഉള്ളതുകൊണ്ട് മാത്രം സമാധാനം ഉണ്ടാവില്ല. അത് മിൻ ഇൻദില്ലാ, അള്ളാഹുവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സമാധാനം ലഭിക്കുക. പടച്ച തമ്പുരാൻ സമാധാനം തന്നെങ്കിലേ ഉണ്ടാവുള്ളൂ. ഉറപ്പാണ്, നമ്മുടെ റബ്ബാണ് നമ്മുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നവൻ. ആ റബ്ബ് സമാധാനം തന്നില്ല എങ്കിൽ, സ്വസ്ഥത തന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ചിരിക്കാൻ കഴിയുക? അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നത് ലഭിക്കണം. ആ ലഭിക്കുന്നതിനെ തടയുന്ന 4 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായാലോ നമുക്ക് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പഠിക്കണ്ടേ. പഠിച്ചിട്ട് ജീവിതത്തിൽ നിന്നത് മാറ്റി വെക്കണം, ജീവിതത്തിൽ നിന്നത് മാറ്റി നിർത്തണം. അതോടൊപ്പം നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ഈ സ്വബാഹുൽ ഖൈർ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു നിമിത്തമാക്കി തരുമാറാകട്ടെ. 4 കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് എന്താണെന്നറിയോ? നൗമത്തു സുബ്ഹ. സുബ്ഹിയുടെ സമയത്ത് കിടന്നുറങ്ങുക. സുബ്ഹിയുടെ സമയം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ ടൈമുണ്ടല്ലോ, ആ സമയത്ത് കിടന്നുറങ്ങുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ബറക്കത്തും ലഭിക്കില്ല. അവന് സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. ഇപ്പോൾ ചില ആളുകളുണ്ട്, ബാങ്ക് വിളിച്ചാൽ കിടന്നുറങ്ങും. അവർ സുബഹിയൊക്കെ നിസ്കരിക്കും. ഇപ്പം 4:45 ബാങ്കാണെങ്കിൽ ബാങ്ക് വിളി കേട്ടാലും അവരിങ്ങനെ കിടന്നുറങ്ങും. ആ ഉറക്ക നിമിത്തം എന്ത് സംഭവിക്കും? ബാങ്ക് വിളിച്ചിട്ടും എഴുന്നേൽക്കാത്തവൻ്റെ ചെവിയിൽ പിശാച് മൂത്രമൊഴിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. പിശാച് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ എന്തൊരു നാറ്റമായിരിക്കും, നമുക്കിപ്പോൾ അതറിയാൻ കഴിയില്ല അല്ലേ? നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ആ നാറ്റം കൊണ്ട് നമ്മൾ നെട്ടോട്ടം ഓടുന്ന നിമിഷം. പിശാച് മൂത്രമൊഴിക്കുന്ന ഒരു വീടാണ് നമ്മുടെ വീടെങ്കിൽ ആ വീട്ടിൽ പിന്നെ അള്ളാൻ്റെ ബറക്കത്തുണ്ടാവും. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. പിശാച് വന്ന് മൂത്രമൊഴിക്കുന്ന അവൻ്റെ ടോയ്ലറ്റാണ് നമ്മുടെ വീടെങ്കിൽ ആ വീട്ടിൽ പിന്നെ അള്ളാൻ്റെ ബറക്കത്ത് നമുക്ക് ഉണ്ടാകുമോ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്താണ്, അതുപോലെ തന്നെ ഭക്ഷണമാണ്, വസ്ത്രമാണ്, മക്കളാണ്, ഇതൊക്കെ നമുക്ക് റിസ്ക്കാണ്. ഇതിലെല്ലാത്തിലും ബറക്കത്തില്ലാതാവും. എന്ന് പറഞ്ഞാൽ സമ്പത്തിൽ ബറക്കത്തുണ്ടാവില്ല, ഒന്നിനും തികയില്ല, എപ്പോഴും ഹോസ്പിറ്റലാണ്, കയ്യിൽ പൈസ ഇരിക്കില്ല, ഒരു സേവിങ്സ് നമുക്കുണ്ടാവില്ല. സേവിങ്സ് വേണ്ട, ചിലപ്പോൾ നമ്മുടെ ആവശ്യത്തിന് പോലും തികയാതെ വരും, മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരും. ഇനി അതുപോലെ തന്നെ മക്കളുടെ വിഷയത്തിൽ ബറക്കത്തില്ലാതായി എന്ത് സംഭവിക്കും? മക്കൾ പറഞ്ഞനുസരിക്കൂല, മക്കൾ നമുക്ക് വഴിപ്പെടില്ല, മക്കളെ കൊണ്ട് ഉപകാരമില്ലാതാവും, ആവശ്യത്തിന് വസ്ത്രങ്ങളില്ലാതെ വരും, ആവശ്യത്തിന് ഭക്ഷണം ഇല്ലാതെ വരും. ഉള്ള ഭക്ഷണം കഴിച്ചാലോ രോഗമായിരിക്കും, കൊളസ്ട്രോളും പ്രഷറും വരുന്നല്ലാതെ ശരീരത്തിനൊരു ഉപകാരം ഉണ്ടാവില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു ബറക്കത്തില്ലാത്ത ജീവിതമായിരിക്കും സുബഹിയുടെ സമയത്ത് കിടന്നുറങ്ങുന്ന മനുഷ്യൻ ഉണ്ടാവുക. പല ആളുകളുണ്ട്, അവർ സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോൾ കിടന്നുറങ്ങും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുബഹി ബാങ്ക് വിളി കേട്ടാൽ, അല്ലെങ്കിൽ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുൻപേ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. തഹജ്ജുദൊക്കെ നിസ്കരിക്കാമല്ലോ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ റബ്ബ് നമ്മിലേക്ക് കൂടുതൽ അടുത്ത് വരണ സമയം. ഇബാദി, എൻ്റെ അടിമകളെ എന്നോട് ചോദിക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാഥൻ നമ്മിലേക്ക് അടുത്ത് വരണ സമയത്ത് നമ്മളിങ്ങനെ ഉറങ്ങുക. ശരി, നമ്മൾ ബാങ്ക് വിളിക്കുമ്പോഴെങ്കിലും എഴുന്നേറ്റില്ലെങ്കിലോ നമ്മുടെ കാര്യം അധോഗതിയിലാണ്. ഇനി ചില ആളുകളുണ്ട്, അവർ സുബഹ് നിസ്കരിക്കും, നേരത്തെ എണീക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ സുബഹ് നിസ്കരിച്ചിട്ടൊരു കിടത്തങ്ങ് കിടക്കും, വല്ലാത്ത ക്ഷീണം. ആ സമയത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും കിടത്തി ഉറക്കും ചെയ്തുവാൻ. ചില ആളുകളൊക്കെ കമൻറ്റ് ചെയ്തു, ഉസ്താദേ
നല്ല ക്ഷീണമായിരിക്കും. സുബഹിസ്കരിച്ച് കഴിഞ്ഞ് എനിക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. ആ ഉറങ്ങിയില്ലെങ്കിൽ സമാധാനം കിട്ടില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നലുണ്ടാക്കണത് ആരാ? ശൈത്താനാണ്. പിന്നെ നിങ്ങൾ കിടക്കും, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബറക്കത്തും അതിലൂടെ ഇല്ലാതാകും. പിശാച് കൈകൊട്ടിച്ചിരിക്കും. പിശാചിന് നിങ്ങളുടെ മേൽ സ്വാധീനം ലഭിക്കും. അവനതല്ലേ ആഗ്രഹിക്കണത്. ചില ആൾക്കാർ പറയും, ഉസ്താദേ ഈ സൂര്യൻ ഉദിക്കണവരൊക്കെ എണീറ്റിരുന്നാൽ പിന്നെ ഉറക്കം കൂടെ പോവും. പോയിക്കോട്ടെ, ആർക്കിപ്പോൾ നിർബന്ധം? രാത്രി ഉറങ്ങിയില്ലേ, ഇനി സൂര്യൻ ഉദിച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോ, ഒരു കുഴപ്പമില്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങല്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ അപകടം ഉണ്ടാവും. പലപ്പോഴും നിങ്ങൾക്ക് സമാധാനം ഇല്ലാതാകുന്നത് ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവിടുത്തെ ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ. പടച്ചോനെ, പ്രഭാത സമയമുണ്ടല്ലോ, സുബഹിയൊക്കെ ഉൾപ്പെടെയുള്ള ആ ഒരു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു നിമിഷം, ആ ഒരു പ്രഭാതം പൊട്ടിവിടരുന്ന നിമിഷത്തിൽ എൻ്റെ ഉമ്മത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. കണ്ടോ, മുത്തുനബിയുടെ ദുആയാണ്. ആ സമയത്ത് അല്ലാഹ് ബറക്കത്ത് ഇറക്കണ നിമിഷമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങി, അതിൻ്റെ അർത്ഥം എന്താ? അള്ളാൻ്റെ ബറക്കത്തിനെ നിരാകരിക്കുന്നവരാണെന്നാ ഇല്ലേ? അള്ളാൻ്റെ ബറക്കത്ത് നമുക്ക് വേണ്ടാന്നല്ലേ അതിൻ്റെ അർത്ഥം? അള്ളാൻ്റെ ബറക്കത്തിന് നമ്മൾ നെവർ മൈൻഡ് ചെയ്യണമെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇതിപ്പോൾ എല്ലാ ദിവസത്തെയും കഥയാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് തീരെ വയ്യാതെ വരുന്ന നിമിഷങ്ങൾ, ചിലപ്പോൾ മെൻസസിൻ്റെ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിമിഷങ്ങൾ, അങ്ങനെയൊക്കെ വല്ലപ്പോഴും നമ്മളൊന്ന് കിടന്നു എന്ന് കരുതി അതിനെക്കുറിച്ചല്ല ഈ പറയണത്. ഇത് പതിവായി നിരന്തരം എല്ലാ ദിവസവും ഈ പൂരുറക്കം തന്നെ. ഒന്നുകിൽ സുബീക്കണീക്കൂല, സുബീക്കണ്ടില്ലെങ്കിൽ പോയി അവൻ്റെ കഥ കഴിഞ്ഞു. എല്ലാ പറക്കത്തും അവന് അന്നത്തെ ദിവസം അപകടങ്ങൾ ഇങ്ങനെ തേടി വരുമെന്നാണ്. അള്ളാൻ്റെ കാവല് പോലും അന്നവനില്ല. അവരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണില്ല. നിസ്കരിക്കാത്തവരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണില്ല. ഇത് സുബഹിയുടെ ബാങ്ക് വിളിച്ചിട്ടും കിടന്നുറങ്ങുന്നവർ, അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കണതിന് മുമ്പ് കിടന്നുറങ്ങുന്നവർ, അവരുടെ ജീവിതത്തിൽ പിന്നെ ബറക്കത്തുണ്ടാവില്ല. ഇനി ആ സമയത്തെക്കുറിച്ച് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആ ഒരു പ്രഭാതവേള സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ആ നിമിഷത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ദിക്റിലായിരിക്കുകയാണെങ്കിൽ, നല്ല അമലുകൾ ചെയ്യുകയാണെങ്കിൽ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു ഉംറയുടെ പ്രതിഫലം നിങ്ങൾക്ക് തരും. ഈ സ്വബാഹുൽ ഖൈറിൽ സുബ്ഹ് നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കണതിന് മുമ്പ് നിങ്ങൾ ഇരിക്കണ ഇരുത്തണ്ടല്ലോ, ഈ ഇരുത്തത്തിന് അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചാണ് നിങ്ങൾ ഇരിക്കണതെങ്കിൽ ഈ ഇരുത്തത്തിന് നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് ലഭിക്കണത് എന്താ? ഒരു ഉംറയുടെ കൂലിയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ സ്വബാഹുൽ ഖൈറിലൂടെ നമുക്കൊരു ഉംറയുടെ കൂലി ലഭിക്കാൻ, ഈ സമയത്ത് അവഗണിച്ച് നമ്മൾ കിടന്നുറങ്ങിയാലോ എല്ലാ ബറക്കത്തും നഷ്ടപ്പെടും. നിങ്ങൾ കണ്ടിട്ടില്ലേ, രാവിലെ പറവകളൊക്കെ എഴുന്നേറ്റ് പോകും, നായ മാത്രമേ കിടന്നുറങ്ങുള്ളൂ, ബാക്കി എല്ലാ ജീവജാലങ്ങളും പ്രഭാത സമയത്ത് എഴുന്നേൽക്കും. നമ്മൾ ചിലപ്പോൾ നായയേക്കാൾ താഴെയായി പോകാറുണ്ട് ഇല്ലേ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പറവകളൊക്കെ ആ സമയത്ത് ഇങ്ങനെ എഴുന്നേറ്റ് കൂട് വിട്ട് പോകാറുണ്ട്. കാരണം എന്താ? റിസ്ക് അള്ളാഹു കൊടുക്കുന്ന സമയമാണത്. അള്ളാഹു നമ്മുടെ കണക്കിൽ റിസ്ക് എഴുതുന്ന സമയമാണത്. അങ്ങനെ ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങിയാൽ എല്ലാ റിസ്ക്കും നഷ്ടപ്പെടും. സമ്പത്തിൽ അഭിവൃദ്ധി ഇല്ലാതെ നമ്മൾ ചിന്തിക്കും, പടച്ചോനെ എനിക്ക് വരുമാനമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എവിടെ പോണ്? ഒരു കാര്യത്തിന് തികയണില്ലല്ലോ അല്ല, എപ്പോഴും ഹോസ്പിറ്റൽ കേസാണല്ലോ അല്ല. ചിലപ്പോൾ നമ്മളറിയാത്ത ഇത്തരം കാര്യങ്ങളായിരിക്കും അതിൻ്റെ പിന്നിലുണ്ടാവാന്നേ. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, ഞാൻ എന്തെല്ലാം നല്ലത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ടെന്താ മക്കൾ നന്നാകാത്തത്? ഞാൻ എത്ര ദ്വാ ചെയ്യുന്നുണ്ട്, ദ്വാരുന്നതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? അപ്പോൾ ഈ ഒരു സമയം സൂക്ഷ്മത പാലിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി, ബറക്കത്ത് ഇതൊക്കെ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്നത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. ഇനി രണ്ടാമത്തെ വിഷയം എന്താണ്? 4 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഖില്ലത്തുസ് സ്വലാഹ്, നിസ്കാരങ്ങൾ കുറയ്ക്കുക. നിസ്കാരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫർള് മാത്രം നിസ്കരിക്കുള്ളൂ, സുന്നത്തൊന്നും നിസ്കരിക്കൂല, അല്ലെങ്കിൽ ഫർള് തന്നെ കല ആക്കുക. അവരെ പിന്നെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യില്ല അല്ലേ? നമ്മളെപ്പോഴും പറയാറുണ്ട്, ഫർള് കല ആക്കിയാൽ പിന്നെ അവനാരാ? മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയണം, അവൻ കാഫിറായി. കാരണം എന്താ? നമ്മൾ ആത്മാക്കളുടെ ലോകത്തിൽ വെച്ചിട്ട് പടച്ചോനായിട്ടൊരു കരാറുണ്ടായിരുന്നു. എന്താ കരാറ്? പടച്ചോനെ, ഞങ്ങളും കാഫിറുകളും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരാണല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കാഫിറാണല്ല. അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ കരാർ ചെയ്തിട്ടാണ് വന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയണ എന്താ? അവനെ കാഫിറെന്ന് പറയണ്ട, കാരണം അവൻ നിസ്കാരം നിഷേധിച്ചിട്ടില്ല. നിസ്കാരം നിഷേധിക്കുന്നവൻ കാഫിറാണ്. ഇപ്പോൾ ചേകന്നൂരിനെ പോലുള്ളവരൊക്കെ കാഫിറാണ്, കാരണം 3 വക്കത്തേ ഉള്ളൂ എന്നാണ് അവരുടെ വാദം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിസ്കാരത്തെ നിസ്കരിക്കുന്നില്ല എങ്കിൽ അവൻ കാഫിറെന്ന് പറയാൻ പറ്റില്ല. നിസ്കാരത്തെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ് നമ്മുടെ മദ്ഹബിൽ. പക്ഷെ എന്ത് ചെയ്യണം? നിസ്കരിക്കാത്ത ഒരുത്തനെ ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത്, ഇന്ത്യ രാജ്യത്തൊന്നുമല്ല കേട്ടോ, നിസ്കരിക്കാത്ത മുസ്ലിമിനെ, മറ്റുള്ളവർക്ക് നിസ്കാരം നിർബന്ധമില്ലല്ലോ, നിസ്കരിക്കണ്ടല്ലോ. അപ്പോൾ നിസ്കാരം നിർബന്ധമുള്ളൊരു മുസ്ലിം അവൻ നിസ്കരിക്കുന്നില്ല എന്ന് രാജാവിന് ബോധ്യപ്പെട്ടാൽ, ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ബോധ്യപ്പെട്ടാൽ അവനെ തലവെട്ടണം എന്ന ഇസ്ലാമിലെ വിധി.
തല വെട്ടിയിട്ട് മുസ്ലിങ്ങളെ കബറടക്കം ചെയ്യണം, അതേ കബർസ്ഥാനിൽ കൊണ്ടുവന്ന് കബറടക്കണം. എന്നിട്ടൊരു ബോർഡ് വെക്കണം. എന്താ ബോർഡ് വെക്കണ്ടേ? നിസ്കരിക്കാത്തതിനാൽ കൊല ചെയ്യപ്പെട്ടവൻ. ഒരു നായയെ കൊല്ലണം എന്ന് ഇസ്ലാം പറയണില്ല, പന്നിയെ കൊല്ലണം എന്ന് ഇസ്ലാം പറയണില്ല. ഇതിൻ്റെ തലവെട്ടണം എന്ന് ഇസ്ലാം പറയണ്ടോ? ഇല്ല. അപ്പോൾ നായേക്കാൾ പന്നിയേക്കാൾ അധപ്പതിച്ചവനാണ് നിസ്കരിക്കാത്തവൻ. നന്ദി കെട്ടവനാണവൻ. നമുക്കറിയാമല്ലോ, ശുക്രിൻ്റെ സുജൂദ് സുന്നത്തുണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു രോഗിയെ കാണുമ്പോൾ ആ രോഗി കാണാതെ മാറി നിന്നിട്ട് അള്ളാഹിനോട് ഒരു ശുക്രിൻ്റെ സുജൂദ് ചെയ്യുക. പടച്ചോനെ, എന്നെ നീ അങ്ങനെ ഒരു രോഗിയാക്കിയില്ലല്ലോ അല്ലാ. എന്തെങ്കിലും ഒരു നിഅമത്ത് കിട്ടുമ്പോൾ ശുക്രിൻ്റെ സുജൂദ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് നമ്മൾ കണ്ടു, മാറി നിന്നിട്ട് ഒരു സുജൂദ്. പടച്ചോൻ അത്തരം രോഗങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ നൽകട്ടെ. അത്തരം അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സ്വബാഹുൽ ഖൈർ കാണുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അവരുടെ മുമ്പിൽ നമ്മൾ ശുക്രിൻ്റെ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ മോശമല്ലേ? അവരുടെ മനസ്സ് വേദനിക്കും അല്ലേ? എന്നാൽ നിസ്കരിക്കാത്തൊരു മനുഷ്യനെ കണ്ടാൽ അവൻ്റെ മുമ്പിൽ വെച്ച് സുജൂദ് ചെയ്യണം. അവൻ്റെ മുമ്പിൽ വെച്ച് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യണം. എന്താ? പടച്ചോൻ ഇവനെപ്പോലൊരു നശിച്ച ഒരുത്തനാക്കി നീ എന്നെ മാറ്റിയില്ലല്ലോ അല്ലാ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ മുമ്പിൽ അവന് കാണണം എന്തുകൊണ്ട് ഈ സുജൂദ് ചെയ്യണത്. കാരണം എന്നെപ്പോലൊരു നന്ദി കെട്ടവനാക്കിയില്ലല്ലോ എന്നുള്ള ബോധ്യത്തിലാണ് സുജൂദ് ചെയ്യണതെന്ന് അവന് മനസ്സിലാകണം. അങ്ങനെയെങ്കിൽ അവൻ നന്നാകണം എന്നാണ്. മനസ്സിലാകുന്നുണ്ടാ? അത്ര മോശമാണ് നിസ്കാരം ഖളാഅക്ക് കളയുന്നവൻ, നിസ്കരിക്കാതിരിക്കുന്നവൻ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ നിസ്കാരത്തെ ഉപേക്ഷിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യില്ല. ഇത് നിസ്കാരം കുറയ്ക്കുക, നിസ്കാരത്തെ കുറച്ചുകൊണ്ടുവരിക. ചില ആളുകൾ ഫർള് മാത്രം നിസ്കരിക്കും, അല്ലെങ്കിൽ നിസ്കാരം അകാരണമായി ഖളാ ആയി പോകുന്നവർ, നിസ്കാരം പിന്തിക്കുന്നവർ. ളുഹർ നിസ്കരിക്കുന്നില്ലേ, പണിയൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ അസറിൻ്റെ സമയമാകുമ്പോഴേ അസറിന് 5 മിനിറ്റ് മുമ്പ് അങ്ങോട്ട് നിസ്കാരക്കുപ്പായിട്ട് നിസ്കാരത്തിന് കയറിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് അസറും ളുഹറും ഒക്കെ ഒരുമിച്ച് അങ്ങനെ നിസ്കരിക്കുക. ഇങ്ങനെയുള്ള നിസ്കാരക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ സമ്പത്ത്, ഭക്ഷണം, മക്കൾ, എല്ലാം എല്ലാത്തിലുള്ള ബറക്കത്ത് നഷ്ടപ്പെടും. ചിലർ പറയാറുണ്ട്, ഉസ്താദേ എൻ്റെ മക്കൾ പറഞ്ഞാലനുസരിക്കണില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയറാണ്, മക്കൾക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട്, ഒക്കെ പക്കയാണ്, മക്കൾ പറഞ്ഞനുസരിക്കണില്ല അല്ലേ? അള്ളാഹ് പറഞ്ഞിട്ട് നിങ്ങളനുസരിച്ചോ? അള്ളാഹു നിങ്ങളോട് 5 വക്കത്ത് കൃത്യമായിട്ട് നിസ്കരിക്കാൻ പറഞ്ഞു, സുന്നത്തുകൾ എടുക്കാൻ പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ ചെയ്യണില്ല. പിന്നെ നിങ്ങൾ കഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായമാണ്? നിങ്ങൾക്കെല്ലാം തരണതാരാ? റബ്ബല്ലേ. എന്നിട്ട് ആ റബ്ബിന് വഴിപ്പെടാൻ നിങ്ങൾക്ക് നേരല്ല. നിങ്ങൾ കുറച്ചാൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, മക്കൾക്ക് എന്തോ കൊടുക്കുന്നു, അതിൻ്റെ പേരിൽ മക്കൾ നിങ്ങളെ വഴിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ? അള്ളാഹുവിനെ വഴിപ്പെടാത്തവർക്ക് എന്ത് അവകാശമുണ്ട് മക്കൾ വഴിപ്പെടണമെന്ന് ആഗ്രഹിക്കാൻ? അപ്പം നമ്മൾ നിസ്കരിക്കുക, നമ്മൾ നിസ്കാരത്തിലോട് ഒരു ആഗ്രഹത്തോടു കൂടെ സമീപിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് വഴിപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നിസ്കാരത്തിൽ കുറച്ചുകൊണ്ട് വന്നാൽ അവൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവില്ല, റിസ്ക്കിൽ വിശാലത ഉണ്ടാവില്ല, അവനെപ്പോഴും പ്രയാസങ്ങളായിരിക്കും. മൂന്നാമത്തേത് കസിലു എന്ന് പറഞ്ഞാൽ മടിയാണ്. മടിയന്മാരും മടിച്ചുകളൊക്കെ കൂട്ടത്തിലില്ലേ? നമുക്കിപ്പോൾ ഒരു സൈക്കോളജിക്കലി തന്നെ നോക്കിയാലും മടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും തകർച്ചയിലുണ്ടാവും അല്ലേ? ഇപ്പോൾ ഒരു സാമ്പത്തികമായ തകർച്ച ഉണ്ടാവും. കാരണം എന്താ? അവൻ ജോലിക്ക് പോവില്ല, അവൻ പ്രയാസത്തിലാണ്, അവൻ ജോലിക്ക് പോവില്ല, അവൻ ഇങ്ങനെ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് തിന്നുക, അതിനപ്പുറം ഒരു ജോലി അവനില്ല. ജോലിക്ക് പോകാൻ മടിയുള്ളവർ. ചില ആളുകളുണ്ട് ഇബാദത്തിന് മടി ഉണ്ടാവുക. ഏതൊരു നല്ല കാര്യത്തിനും ഇങ്ങനെ മടി പിടിച്ചിരിക്കണ കുറേ മനുഷ്യന്മാർ അങ്ങനെയുണ്ട്. ആ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു ബർക്കത്തുണ്ടാവില്ല. അപ്പോൾ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദേ ഒരുപാട് കൊതിയുണ്ട് നിസ്കരിക്കാൻ, അമലുകൾ ചെയ്യാനൊക്കെ, പക്ഷേ ഞങ്ങളുടെ മനസ്സനുവദിക്കണില്ല, മടി ഇങ്ങനെ വരുന്നു, തഹജ്ജുദിന് എഴുന്നേൽക്കണമെന്ന് കൊതിയുണ്ട്, നടക്കണില്ല. അതിന് ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞുതരാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന ഒരുപാട് സൂറത്തുകൾ ഖുർആനിലുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് അലം നശ്റഹ് സൂറത്ത് അല്ലേ? അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക അല്ലേ? അലം നശ്റഹ് സൂറത്ത്. ഈ സൂറത്ത് 5 വക്കത്ത് ഫർള് നിസ്കാരത്തിന് ശേഷവും ഓതേണ്ട ദിക്റുകളൊക്കെ ചൊല്ലിയതിന് ശേഷം ഉടൻ തന്നെ 3 തവണ പാരായണം ചെയ്യാം. അതായത് ഫർള് നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട കുറേ ദിക്റും ദുആയൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ 3 തവണ അലം നശ്റഹ് സൂറത്ത് പതിവാക്കി വന്നാൽ നിങ്ങൾക്ക് ഇബാദത്തിലുള്ള മടിയില്ലാതാവും, ജോലിയിലുള്ള മടിയില്ലാതാവും, നിങ്ങളുടെ ജീവിതത്തിൽ ഉന്മേഷം ലഭിക്കാൻ അത് കാരണമാണ്. ചില ആളുകളുണ്ട് അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ മടിയാണ് ഉസ്താദേ, ഒരു സാധനം ഉണ്ടാക്കാൻ തോന്നണില്ല, ഇന്ന് മുതൽ ഇത് ചെയ്തോ, അലം നശ്റഹ് സൂറത്ത് 3 ഓതിക്കോ, ഇല്ലെങ്കിൽ നമ്മൾ തോറ്റും, ബർക്കത്തുണ്ടാവില്ല. അലം നശ്റഹ് സൂറത്ത് 5 വക്ത് നിസ്കാരത്തിന് ശേഷം 3 തവണ പതിവായി ഇങ്ങനെ വരുന്ന മനുഷ്യർക്ക് ഇത്തരം മടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അയിമ്മത്തുകൾ പഠിപ്പിക്കുന്നത് കാണാം. ഇനി അപ്പോൾ മടിയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല, സമ്പത്ത് കുറയില്ല നമ്മൾ പറഞ്ഞു. ഇനി 4-മത്തതും കൂടെ ഖിയാന, വഞ്ചന. ഒരു മനുഷ്യനെ നമ്മൾ വഞ്ചിച്ചാൽ, നമ്മൾ എന്തിനൊക്കെയാണ് വഞ്ചിക്കുന്ന ഒരാളെ? സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി. ഏറ്റവും കൂടുതൽ വഞ്ചന നടക്കുന്നത് കച്ചവടത്തിലും സാമ്പത്തിക ലാഭത്തിനൊക്കെയാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സിനെ പറ്റിച്ച് വഞ്ചിച്ച് പൈസ ഉണ്ടാക്കുന്ന എത്ര കച്ചവടക്കാരുണ്ട് മക്കളെ. നിങ്ങൾ കോടികൾ ഉണ്ടാക്കുന്നുണ്ടാവും, ആ കോടികൾ കൊണ്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ടോ?
കിട്ടൂല. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഉപകരിക്കൂല. നിങ്ങൾക്ക് ആ കൊണ്ടുപോകുന്ന ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനത്തോടെ കഴിക്കാൻ പറ്റണമെന്നുണ്ട്, പറ്റൂല. നിങ്ങൾക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് നിങ്ങൾ അനുഭവിക്കും. ഒരു സമാധാനമില്ലാതെ നിങ്ങൾ കിടന്ന് നട്ടം തിരിയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല. വഞ്ചന എന്ന് പറയുന്നത് മുനാഫിഖിൻ്റെ സ്വഭാവമാണെന്നല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നമ്മൾ മുഅ്മിനീങ്ങളല്ലേ? ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരും ഇനി എൻ്റെ ജീവിതത്തിൽ 4 കാര്യങ്ങൾ ഉണ്ടാവില്ല. എന്തൊക്കെയാ? സുബഹിയുടെ സമയത്തുള്ള ഉറക്കം. ഞാനിനി ഉറങ്ങൂല സൂര്യൻ ഉദിക്കാതെ. പിന്നെയോ രണ്ടാമത്തേത് എന്താ? നിസ്കാരം കുറയ്ക്കുക. നിസ്കാരത്തിലുള്ള കുറവ് അതിനി ഞാൻ സൂക്ഷിക്കും. ഞാൻ സുന്നത്ത് നിസ്കരിക്കും, ഫർള് കറക്റ്റ് സമയത്ത് നിസ്കരിക്കും, ഇല്ലേ? മൂന്നാമത്തേത് മടിയാണ്. ഞാനിനി മടിച്ചിയാവില്ല. നാലാമത്തേത് ഖിയാന, വഞ്ചനയാണ്. ഞാനിനി ഒരാളെ വഞ്ചിക്കില്ല. ഒന്ന് പ്രതിജ്ഞ എടുത്തേ. ഉറപ്പാണോ? അല്ലേ? ഇനി ഉണ്ടാവില്ലല്ലോ ജീവിതത്തിൽ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പനി ബാധിച്ച് മുത്തുനബിയെ കാണാതെ മുത്തുനബിയെക്കുറിച്ച് ചിന്തിച്ച് സ്വർഗത്തിൽ എൻ്റെ മുത്തുനബിയെ കാണാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ട് പനി ബാധിച്ചൊരു സ്വഹാബിയുണ്ട്, സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു. യാ സൗബാൻ, ഇതെന്ത് കോലാണ് സൗബാൻ എന്ന് മുത്തുനബി തങ്ങൾ ചോദിച്ചില്ലേ? എൻ്റെ നബിയെ, നാളെ സ്വർഗത്തിൽ ഞാൻ ഏതെങ്കിലും മൂലക്ക് വന്നാൽ തന്നെ അങ്ങയെ കാണാൻ പറ്റുമെന്നോർത്തപ്പോൾ, അങ്ങയെ കാണാൻ പറ്റില്ലല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് പനി ബാധിച്ചു നബിയെ, സഹിക്കാൻ പറ്റണില്ല. സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു. എന്തൊരു മഹബ്ബത്തല്ലേ! അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മഹത്തുക്കളുടെ പാതയത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ചോദിച്ചൊരു സ്വഹാബിയുണ്ട്. സ്വർഗത്തിൽ ഉന്നത സ്ഥാനം എനിക്ക് തരണേ നബിയെ, അതാണ് എനിക്ക് വേണ്ടത് നബിയെ എന്ന് മുത്തുനബിയോട് സ്വർഗം ചോദിച്ച സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും ജീവിതത്തിലുടനീളം ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ റഹീമായ റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, നിന്നാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, നീ വെറുക്കുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. നിൻ്റെ കോപം ലഭിക്കുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. നിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. റഹ്മത്തുല്ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. യാ റബ്ബന, ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. കുടുംബ പ്രശ്നങ്ങൾ നീക്കണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. ഇണകളെ നന്നാക്കണേ അല്ലാ. പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നീ നൽകണയല്ല. പലവിധ എക്സാമുകൾ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഖൈറായ നിലക്ക് അറ്റൻഡ് ചെയ്യാൻ, പരിപൂർണമായ വിജയത്തിൽ രക്ഷപ്പെടാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. ജോലിയിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഇഖാമക്ക് വേണ്ടി, അതുപോലെ നാട്ടിലേക്ക് വരാൻ കഫീലിൻ്റെ സമ്മതത്തിന് വേണ്ടി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങളിലായി വിസയ്ക്ക് വേണ്ടി, പാസ്പോർട്ടിന് വേണ്ടി, ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാം നീ എളുപ്പമാക്കണയല്ല. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. പടച്ചവനെ, മാരക രോഗങ്ങൾ കൊണ്ടുപോലും ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവർക്കും സൗഖ്യം നൽകണയല്ല. ഇതിൽ കമൻറ്റ് ചെയ്ത ഓരോരുത്തരും യാ റബ്ബന അവരുടെ ഖൽബിൽ ഉദ്ദേശിച്ച മുറാദുകൾ നീ ഹാസുലാക്കണയല്ല. മനസ്സിൽ മുറാദുകൾ വെച്ചുകൊണ്ട് ആമീൻ പറയുന്നവർ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ, ഹംദ് പറഞ്ഞ് പുഞ്ചിരിക്കുന്നതിലൂടെ ജീവിതമൊന്ന് കെട്ടിപ്പടുക്കണമെന്ന് കരുതുന്നവർ നീ കൈവടിയല്ല തമ്പുരാനെ. സലാമത്ത് നൽകണയല്ല, സലാമത്ത് നൽകണയല്ല. യാ റബ്ബന, പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിലനിർത്തണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ്, മഗ്ഫിറത്ത് നൽകണയല്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഈ സദസ്സ് കാണുന്ന പ്രായം ചെന്ന ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. പടച്ചവനെ, ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാന് സലാമത്താക്കണയല്ല. പെട്ടെന്ന് വിളിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണയല്ല. ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരെ നീയും സ്നേഹിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.